ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ടോപ്പിക്കാണ്. നമ്മളുടെ ജോഗ്രഫിക്കകത്ത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാകും റോഡിൻ്റെ നിറം ഏതിനാണ് ഏത് കളറിലാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ ഓരോ ടെലഗ്രാഫിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേ ട്രാക്കിന് സൂചിപ്പിക്കുന്നത്, പാർപ്പിടം സൂചിപ്പിക്കുന്നത്, കൃഷിയിടങ്ങൾ സൂചിപ്പിക്കുന്നത് കളറെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് റെയറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനൊരു വീഡിയോ ക്ലാസ് ആക്കിയിട്ടാണ് ഒരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ക്ലാസ് ആക്കിയിട്ടിരിക്കും. അപ്പോൾ നിങ്ങളിത് മാക്സിമം കാണാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു ടോപ്പിക്കാണ്. കാരണം ഇതിനകത്ത് നിന്ന് ഞാൻ ഇന്ന് ആ ജോഗ്രഫിയുടെ ആ ടോപ്പിക് എടുത്ത ശേഷം നമുക്ക് കുറച്ച് വെറൈറ്റി ടോപ്പിക്കാണ് എടുക്കാറുള്ളത്. കാരണം ഓരോ മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കുണ്ട്. അതുപോലത്തെ കുറച്ച് കൺഫ്യൂഷൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ റെഗുലറായിട്ട് കാണുമെങ്കിൽ ഇപ്പം പ്രിലിംസിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ മെയിൻ പരീക്ഷ ഉടനടി കാണും, 2 മാസം കഴിയുമ്പോൾ കാണും. അടുത്തുള്ള +2 ലെവലിൻ്റെയും പ്രിലിംസിൻ്റെ ഡേറ്റ് ഏപ്രിൽ 10-ാം തീയതി. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാ ടോപ്പിക്കുകളും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് വീഡിയോ കാണുക, മാക്സിമം കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. അതിനനുസരിച്ച് ഞാൻ വീഡിയോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ശരി, നമുക്കപ്പോൾ അതിലേക്ക് കാണാം. ശ്രദ്ധിക്കും. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് വരച്ചിട്ട് പഠിപ്പിക്കാമാണ്. ഒന്നാമത്തത് നമ്മുടെ റോഡാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, റോഡ്. നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റോഡിൻ്റെ നിറം ഏതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യമാണ് റോഡ്. റോഡിൻ്റെ നിറം ഏതാണ്? റെഡ്. അപ്പോൾ റോഡ് റെഡ്, അങ്ങനെ ഒരു കോഡ് പോലെ പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ജോഗ്രഫിക്കകത്ത് വരുന്നതാണ്, നമ്മുടെ ഇതിനകത്ത് വരുന്ന ഓരോ കളർ നിന്നിട്ടാണ് റോഡിൻ്റെ നിറം എന്ത് കളറിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മാപ്പിൽ സൂചിപ്പിക്കുന്ന കളറാണ്, അത് റെഡ്. ഇനി രണ്ടാമത്തത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് പാർപ്പിടം. അപ്പോൾ പാർപ്പിടത്തെ സൂചിപ്പിക്കുന്ന ഓർമ്മിക്കണം, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്നത് ഏത് നിറമാണ്? ഓർമ്മിക്കണം, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? അത് റെഡ്. പാർപ്പിടത്തെ സൂചിപ്പിക്കുന്ന നിറം റെഡ്. അപ്പോൾ ഒന്നാമത്തത് ഞാൻ പറഞ്ഞു റോഡ്. റോഡുമായി ബന്ധപ്പെട്ട റോഡ്, അതിൽ തന്നെ ഒരു കോഡ് കാണിക്കാം, റോഡ് റെഡ്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? റെഡ്. പാർപ്പിടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? റെഡ്. ഇനി തീവണ്ടി പാത ഓർമ്മിക്കണം, തീവണ്ടി പാത അല്ലെങ്കിൽ ട്രാക്ക്, നമ്മുടെ റെയിൽവേ ട്രാക്ക് ഓർമ്മിക്കണം, തീവണ്ടി ട്രാക്ക്. ഈ ട്രാക്കിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? ഓർമ്മിക്കണം, ട്രാക്കിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? അത് കറുപ്പാണ്. അപ്പോൾ നമുക്ക് പഠിച്ച് പോകാൻ ശ്രമിക്കണം. അപ്പോൾ തീവണ്ടി പാതയെ സൂചിപ്പിക്കുന്ന റോഡ് അല്ലെങ്കിൽ റോഡിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? റെഡ്. ഭവനത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? ഓർമ്മിക്കണം, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? റെഡ്. ഇനി തീവണ്ടി ഓർമ്മിക്കണം, റെയിൽവേ ട്രാക്കാണ്. ഓർമ്മിക്കണം, റെയിൽവേ ട്രാക്കിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? കറുപ്പാണ്. അപ്പോൾ റെയിൽവേ ട്രാക്കിനെ സൂചിപ്പിക്കുന്ന നിറം കറുപ്പാണ്. അപ്പോൾ ട്രാക്കിന്റെ തുരുമ്പെടുത്ത ട്രാക്ക് എന്ന് ചിന്തിച്ചാലും മതി. അപ്പോൾ വീട് നമ്മൾ റെഡ് കളർ പെയിന്റ് അടിച്ച് ചിന്തിക്കുക. അപ്പോൾ റോഡ് റെഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ റെഡ്, അപ്പോൾ റോഡിന്റെ കളർ ഓർമ്മിക്കുന്നു, നമ്മുടെ ഭൂപടത്തിനകത്ത് വരച്ചിട്ടുള്ളതാണ്. ഈ റോഡിനെ കൊടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ റെഡ്. അടുത്ത് നമ്മുടെ പാർപ്പിടത്തെ സൂചിപ്പിക്കുന്ന റെഡ്. അടുത്ത റെയിൽവേ ലൈൻ അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ തീവണ്ടി പാതയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? കറുപ്പ്. ഈ അക്ഷാംശ രേഖകളെ സൂചിപ്പിക്കുന്ന ഓർമ്മിക്കണം, അക്ഷാംശ രേഖയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? അക്ഷാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ് തന്നെയാണ്. അക്ഷാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ്. ഇനി അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് രേഖാംശ രേഖ. ഓർമ്മിക്കണം, രേഖാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ് തന്നെയാണ്. ഓർമ്മിക്കണം, രേഖാംശ രേഖയെ സൂചിപ്പിക്കുന്നതും കറുപ്പ് തന്നെയാണ്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്നത് റെഡ്, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്നത് റെഡ്. അടുത്ത റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ പാളത്തെ സൂചിപ്പിക്കുന്നത് കറുപ്പ്. അക്ഷാംശ രേഖയും രേഖാംശ രേഖയും നമ്മൾ അക്ഷാംശ രേഖാംശ രേഖ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അക്ഷാംശ രേഖയെ സൂചിപ്പിക്കുന്ന നിറം കറുപ്പ്, രേഖാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ്. ഇനി ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്ന ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? അതും കറുപ്പാണ്. ഓർമ്മിക്കണം, ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? കറുപ്പ്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്നത് റെഡ്, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്നത് റെഡ്, റെയിൽവേയുടെ ട്രാക്കിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, അക്ഷാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, രേഖാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? കറുപ്പ്. ഇനി പാറക്കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്ന അറിയാം, പാറക്കൂട്ടത്തെ സൂചിപ്പിക്കുന്ന അറിയുമ്പോൾ പാറക്കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? പരീക്ഷ ചോദിക്കുന്നുണ്ട്, പാറയുടെ കളർ തിരിച്ചാൽ മതി, തവിട്ട് കളറാണ്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്നത് റെഡ്, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്നത് റെഡ്. ഇനി നമ്മുടെ റെയിൽവേ ട്രാക്കിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, അക്ഷാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, രേഖാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, പാറക്കൂട്ടത്തെ സൂചിപ്പിക്കുന്നത് കറുപ്പ്. ഇനി മണൽക്കൂന മണൽക്കൂനയെ സൂചിപ്പിക്കുന്നത് തവിട്ടാണ്. മണൽക്കൂനയെ സൂചിപ്പിക്കുന്നത് തവിട്ട്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്നത് റെഡ്, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്നത് റെഡ്. ഇനി റെയിൽവേ ട്രാക്കിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, അക്ഷാംശ രേഖാംശ രേഖ സൂചിപ്പിക്കുന്നത് കറുപ്പ്, ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, പാറക്കൂട്ടത്തെ പാറയുടെ കളർ സൂചിപ്പിക്കുന്നത് തവിട്ട്, മണൽക്കൂനയെ സൂചിപ്പിക്കുന്ന ഏതാണ്?
മഞ്ഞയാണ്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്നത് എപ്പോഴും റോഡിനെ സൂചിപ്പിക്കുന്നത് റെഡ്, പാർപ്പിടത്തെ സൂചിപ്പിക്കുന്നത് റെഡ്, റെയിൽവേ ട്രാക്കിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, അക്ഷാംശ രേഖ രേഖാംശ രേഖയെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, പാറക്കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്നത് തവിട്ട്. നമ്മുടെ വേറെ കളർ ശ്രദ്ധിച്ചാൽ മണൽ കൂനയെ സൂചിപ്പിക്കുന്നത് തവിട്ട്, കുന്നുകളെ സൂചിപ്പിക്കുന്നത് തവിട്ട്, കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നത് കൃഷിയിടത്തിൽ കൂടുതൽ മഞ്ഞയാണ് കൃഷിയിടത്തിൽ ചിന്തിക്കുക, മഞ്ഞയാണ്. അപ്പൊ കൃഷിയിടത്തിൽ നമ്മൾ കൂടുതൽ ഇറക്കാൻ പോണത് മഞ്ഞെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. വളരെ എളുപ്പമായിരിക്കും. മഞ്ഞെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ എളുപ്പമായിട്ട് മാർക്ക് കിട്ടും. അപ്പോൾ പാറക്കൂട്ടത്തെ സൂചിപ്പിക്കുന്നു, മണൽ കൂനയെ സൂചിപ്പിക്കുന്നു, കുന്നുകളെ സൂചിപ്പിക്കുന്നത് തവിട്ട്, കൃഷിയിടത്തെ സൂചിപ്പിക്കുന്നത് മഞ്ഞ. ഇനി നമ്മുടെ റെയിൽവേ ട്രാക്ക്, അക്ഷാംശ രേഖ, രേഖാംശ രേഖ, ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്നത് ഏതാണ് കറുപ്പ്. ഇനി നമ്മൾ റെഡ് സൂചിപ്പിക്കുന്ന അപ്പോൾ റോഡ് റെഡ്, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭവനത്തിന് ഇത് കൊടുത്തിരിക്കുന്ന കളർ ഏതാണ് റെഡ്. അടുത്ത നമ്മുടെ റെയിൽവേ ട്രാക്കിനെ കുറിച്ചുള്ള കളർ ഏതാണ് കറുപ്പ്. അക്ഷാംശ രേഖ രേഖാംശ രേഖ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് കറുപ്പ്. ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് കറുപ്പ്. പാറക്കൂട്ടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് തവിട്ട്. മണൽ കൂനയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് തവിട്ട്. കുന്നുകളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് തവിട്ട്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് മഞ്ഞയാണ്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്നത് റെഡ്, ഭവനത്തെ സൂചിപ്പിക്കുന്നത് റെഡ്, അടുത്ത നമ്മുടെ റെയിൽവേ ട്രാക്കിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, അക്ഷാംശ രേഖ രേഖാംശ രേഖ ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്. ടെലഫോൺ ലൈൻ നമ്മൾ കറുത്ത നമ്മുടെ ഇതാണ് ഇടാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചാലും മതി. ഇനി പാറക്കൂട്ടം നമ്മൾ പാറക്കാട് തന്നെ അറിയാം, തവിട്ട് കളറാണ്. മണൽ കൂനയും തവിട്ട് കളറാണ്. കുന്നുകളെ സൂചിപ്പിക്കുന്ന നിറം തവിട്ട്. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കും, കൃഷിയിടത്തിൽ ചിന്തിക്കേണ്ടത് മഞ്ഞയാണ് കൂടുതൽ കൃഷിയിൽ ചിന്തിച്ചാൽ നമുക്ക് കളർ ലൈൻ ഉണ്ട്. അപ്പോൾ റോഡിനെ സൂചിപ്പിക്കുന്നത് റെഡ്, ഭവനത്തെ സൂചിപ്പിക്കുന്നത് റെഡ്, റെയിൽവേ ട്രാക്കിനെ സൂചിപ്പിക്കുന്നത് കറുപ്പ്, അക്ഷാംശ രേഖ രേഖാംശ രേഖ സൂചിപ്പിക്കുന്നത് കറുപ്പ്, ടെലഫോൺ ലൈനിനെ സൂചിപ്പിക്കുന്ന കറുപ്പ്, പാറക്കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്നത് തവിട്ട്, മണൽ കൂനങ്ങളെ സൂചിപ്പിക്കുന്നത് തവിട്ട്, കുന്നുകളെ സൂചിപ്പിക്കുന്നത് തവിട്ട്, കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് തവിട്ട് കളറല്ല. കൃഷിയിടം സൂചിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു, കൃഷിയിടത്തിൽ എന്താണ് ചെയ്യുന്നത് മഞ്ഞ കൃഷിയാണ്. അപ്പോൾ അത് മഞ്ഞയാണ്. ഇനി റോഡിൽ നമ്മൾ ഓർമ്മിക്കുന്ന റോഡിൽ റെഡ്, ഭവനത്തെ ആണെങ്കിൽ റെഡ്, അടുത്ത് നമ്മുടെ ഈ റെയിൽവേ ട്രാക്ക്, അക്ഷാംശ രേഖ രേഖാംശ രേഖ ടെലഫോൺ ലൈൻ സൂചിപ്പിക്കുന്നത് കറുപ്പ്, പാറക്കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്നത് തവിട്ട്. പാറക്കൂട്ടം മണൽക്കൂന കുന്ന് മൂന്ന് ഒരുമിച്ച് പഠിച്ചാൽ മതി. പാറക്കൂട്ടം മണൽക്കൂന കുന്നിനെ സൂചിപ്പിക്കുന്നത് തവിട്ട്, കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറമേതം മഞ്ഞയാണ്. ഇത് ഒരിക്കലും മറക്കരുത്, കാരണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇത് മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു പ്രയോജനമില്ല. അപ്പോൾ റോഡ് റെഡ്, ഭവനം റെഡ്, കൃഷി മഞ്ഞ. ക്ലിയർ ആയി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത ഇതിനകത്തുള്ള നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മൾ നിറങ്ങൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പൊ കേരളത്തിൽ ഓർമ്മിക്കണം, കേരളം സന്തോഷ് ട്രോഫി നേടിയ വർഷങ്ങളാണ്. കേരളം സന്തോഷ് ട്രോഫി നേടിയത് നമുക്ക് ഒരു കേരളത്തിന്റെ ഫോൺ നമ്പർ എന്ന് ഞാൻ നേരത്തെ പഠിപ്പിക്കുന്നു. അപ്പോൾ എണ്ണം കുറവായിരുന്നു. അപ്പോൾ എണ്ണം കൂടിയിട്ട് ഞാൻ കേരളത്തിലെ ഫോൺ നമ്പർ എന്നുള്ളത് മാറ്റിയിരിക്കുകയാണ്. വർഷങ്ങൾ ഞാൻ എഴുതി പഠിപ്പിക്കുകയാണ്. 1973, 1992, 93, 2001, 2004, 2018. കാരണം 2018 കിട്ടിയതിന് കുറച്ചുകൂടി എഫക്റ്റ് കൂടിയിട്ടുണ്ട്. കാരണം കേരളം കുറച്ചുകൂടി കരുത്തിട്ടതായിട്ടുണ്ട്. അപ്പോൾ 1973, 92, 93, 2001, 2004, 2018. 1973, 92, 93, 2001, 2004, 2018. 1973, 92, 93, 2001, 2004, 2018. 2018 ഓർമ്മിക്കണം. നമുക്ക് കുറച്ച് കാര്യം ഡീപ്പായിട്ട് ഓർമ്മ ചെയ്യാൻ പറ്റും. 2018 കേരളം വിജയിച്ചത് ആരെയും പരാജയപ്പെടുത്തി? വെസ്റ്റ് ബംഗാളിനെയും പരാജയപ്പെടുത്തിയാണ്. വെസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തുമ്പോൾ മത്സരം നടന്നത് സാൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയം. ഓർമ്മിക്കണം, സാൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമാണ് സാൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയം. ഇതിന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച പയ്യന്റെ പേര് രാഹുൽ വി രാജ്. അപ്പോൾ കുറച്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കേരളം മികച്ച വിജയം കരസ്ഥമാക്കിയത്. 1973, 92, 93, 2001, 2004, 2018 കേരളം സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത് 6 പ്രാവശ്യം. 1973, 92, 93, 2001, 2004, 2018. 1973, 92, 93, 2001, 2004, 2018. 1973, 92, 93, 2001, 2004, 2018. 2018 ആരെയും പരാജയപ്പെടുത്തി? വെസ്റ്റ് ബംഗാളിനെയും പരാജയപ്പെടുത്തി. മത്സരം നടന്ന സ്റ്റേഡിയം സാൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയം. വിജയത്തിലേക്ക് നയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രാഹുൽ വി രാജ്.
അപ്പോൾ നമ്മൾ രണ്ട് മേഖലയായിട്ടുണ്ട്. റോഡ് റെഡ്, പാർപ്പിടം റെഡ്, തീവണ്ടിപ്പാത കറുപ്പ്, അക്ഷാംശ രേഖ, രേഖാംശ രേഖ, ടെലിഫോൺ ലൈൻസ് എല്ലാം കറുപ്പ്, പാറക്കൂട്ടങ്ങൾ, മൺകൂലകൾ, കുന്നുകളെല്ലാം തവിട്ട്. ഇനി കൃഷിയിടത്തിന്റെ നിറം അറിയാം മഞ്ഞയും. അപ്പൊ കേരളത്തിൽ നമ്മൾ സന്ദർശനത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് 6 ഇനി വീണ്ടും ഇന്ത്യക്ക് എത്ര തവണ ഒളിമ്പിക് ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്? പരീക്ഷയ്ക്ക് ആ വർഷവും കണ്ടിട്ടുണ്ട്, ഞാൻ എത്ര തവണ എന്ന് കണ്ടിട്ടുണ്ട്, അത് ആൻസർ കേൾക്കാം. ഇനി അടുത്ത അതുപോലെ ചോദ്യം കുറച്ചുകൂടി നമ്മുടെ പഠിപ്പിക്കാനായിട്ട് ചോദിക്കും, ഇന്ത്യക്ക് എത്ര ഒളിമ്പിക്സിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്? ഒളിമ്പിക്സിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് കിട്ടിയിട്ടുള്ളത് ഒരിക്കലും മാറ്റാൻ കഴിയണം, 9 കിട്ടിയിട്ടുണ്ട്. 8 ഒളിമ്പിക്സ് ഹോക്കിയിലും 1 നമ്മുടെ വ്യക്തിഗത ഗോൾഡ്. നമുക്ക് ആ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് കിട്ടിയ വർഷം എങ്ങനെ നോക്കാം. 1928, 1932, 1936. ഇനി അടുത്ത് 40, 44 കളി നടന്നിട്ടുണ്ട്. അടുത്ത് 48, 52, 56, 64, 80. ഇതിനകത്ത് വളരെ എളുപ്പമാണ്. നമുക്ക് 1928 മുതൽ ഇവിടെ വരെ 56 വരെ കറക്റ്റ് ഗോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യം കളി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാക്കി കളി 2 പ്രാവശ്യം വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് 2 പ്രാവശ്യം മത്സരം നടന്നിട്ടില്ല. അങ്ങനെ 1928, 32, 36, 48, 52, 56, 64, 70. ഇന്ത്യക്ക് എത്ര തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്? 8 പ്രാവശ്യം. അങ്ങനെ ഇന്ത്യക്ക് എത്ര ഒളിമ്പിക്സ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്? 9 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1928, 32, 36, 48, 52, 56, 64, 70. ഇന്ത്യക്ക് എത്ര തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്? 8 പ്രാവശ്യം. വ്യക്തിഗത ഗോൾഡ് ചോദിച്ച ആൻസർ 1. അതാരാണ്? അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ് 2008 ബീജിംഗ് ഒളിമ്പിക് ഗെയിംസ് ആണ്. അപ്പോൾ കേരളത്തിന് സന്തോഷം കിട്ടിയിട്ടുള്ളത് 6 പ്രാവശ്യം. ഇന്ത്യക്ക് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് കിട്ടിയിട്ടുള്ളത് 8 പ്രാവശ്യം. ക്ലിയർ? ഈ പരീക്ഷയ്ക്ക് അടുത്ത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ടോപ്പിക്കാണ് നമ്മളുടെ ഒളിമ്പിക്സിലെ വളയങ്ങളുടെ പ്രത്യേകത. ഒളിമ്പിക്സിലെ വളയം നമുക്കറിയാം. ഒളിമ്പിക്സിലെ ഫ്ലാഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലാഗിന്റെ നമുക്കറിയാം വൈറ്റ് ഫ്ലാഗ്. വൈറ്റ് ഫ്ലാഗിൽ എത്ര തരത്തിലുള്ള വളയങ്ങളുണ്ട്? 5 എന്തിനെ സൂചിപ്പിക്കുന്നു? 5 കോണ്ടിനെന്റുകളെ സൂചിപ്പിക്കുന്നു. ഈ 5 കോണ്ടിനെന്റ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ശ്രദ്ധിച്ചോണം. ഒളിമ്പിക്സിന്റെ ഫ്ലാഗിലെ ആ വളയങ്ങൾ ഞാൻ മറച്ചിരിക്കുകയാണ്. അപ്പോൾ ഒളിമ്പിക്സിന്റെ ഫ്ലാഗിലെ വളയങ്ങൾ ഓർമ്മിക്കണം. റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. ഇതിനകത്ത് അമേരിക്ക 2 അമേരിക്കയും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ട്. അതിൽ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്റാർട്ടിക്കയ്ക്ക് പ്രത്യേകിച്ച് കളറുണ്ട്. അപ്പോൾ ഒളിമ്പിക്സിലെ വളയങ്ങൾ ഓർമ്മിക്കണം. ഒളിമ്പിക്സിൽ ആ ഫ്ലാഗിന്റെ നിറം ചോദിച്ച ആൻസർ വൈറ്റ്. വൈറ്റ് ഫ്ലാഗിൽ എത്ര തരത്തിലുള്ള വളയങ്ങളുണ്ട്? 5 തരത്തിലുള്ള വളയങ്ങൾ. 5 കോണ്ടിനെന്റുകൾ സൂചിപ്പിക്കുന്നു. റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. വളരെ ഒരിക്കലും മറക്കരുത്. വെടിവെച്ച് വന്നാലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത മേഖലകളാണ്. ഉദാഹരണം, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് മറക്കുന്ന സ്വഭാവമാണ്. ഇതൊന്നും ഒരിക്കലും മറക്കരുത്. റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. ഇതിനകത്ത് വീണ്ടും ഒരു ഉള്ളടക്കമുള്ള ചോദ്യമാണ്. ഒളിമ്പിക്സിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന നിറമേതാണ്? നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു നിറമാണ് കറുപ്പ്. കാരണം കറുക്കാമല്ല, എല്ലാവർക്കും വെളുത്തിരിക്കുന്ന താല്പര്യമാണ്. അപ്പോൾ ഒളിമ്പിക്സിന്റെ മധ്യഭാഗത്ത് നമ്മുടെ ഉള്ളിൽ ഉദാഹരണം ചില ആളുകൾ പുറത്ത് ചിരിച്ച് കാണിക്കുന്ന അകത്ത് എന്തായിരിക്കും? കറുപ്പായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള നിറം ഏതാണ്? കറുപ്പ്. അപ്പോൾ ഓർമ്മിക്കണം. റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. എത്ര മേഖലയായി? റോഡിന്റെ നിറം റെഡ്, പാർപ്പിടത്തിന്റെ നിറം റെഡ്, കൃഷി ചെയ്യുന്നത് ഏതാണ്? മഞ്ഞയാണ്. കുന്നുകളാണെങ്കിൽ തവിട്ടായിരിക്കും, മണൽ കൂട്ടയാണെങ്കിൽ തവിട്ടായിരിക്കും, പാറക്കൂട്ടങ്ങളാണെങ്കിൽ തവിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ സന്തോഷം നേടിയത് 6 പ്രാവശ്യം നേടി. ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് 8 പ്രാവശ്യം നേടി. അടുത്ത ഒളിമ്പിക്സിൽ ഫ്ലാഗിന്റെ നിറം എന്താണ്? വൈറ്റ്. വൈറ്റ് ഫ്ലാഗിൽ എത്ര തരത്തിലുള്ള വളയങ്ങളുണ്ട്? 5 തരത്തിലുള്ള വളയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അപ്പോൾ നമ്മൾ ഈ മേഖല ഒളിമ്പിക്സിലെ വളയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആ ഫ്ലാഗിന്റെ നിറം അറിയപ്പെടുന്നത് വൈറ്റ് ഫ്ലാഗാണ്. വൈറ്റ് ഫ്ലാഗിൽ എത്ര തരത്തിലുള്ള വളയങ്ങളുണ്ട്? അത് 5 തരത്തിലുള്ള വളയങ്ങൾ, 5 ഭൂഖണ്ഡങ്ങൾ സൂചിപ്പിക്കുന്നു. റെഡ് അമേരിക്കയാണ് മാറിയിട്ടുള്ളത്. കളർ ഒരിക്കലും റെഡ് അമേരിക്ക, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, യെല്ലോ ഏഷ്യ, ഗ്രീൻ ഓസ്ട്രേലിയ. ഇനി ഗാന്ധിജി എന്തിനാണ് കേരളത്തിൽ വന്നത്? 5 പ്രാവശ്യം. 5 പ്രാവശ്യം നമ്മൾ ഫോൺ നമ്പറായിട്ട് പഠിക്കുകയാണ്. 1920, 1925, 27, 34, 37.
അപ്പോൾ ഗാന്ധിജിയുടെ ഫോൺ നമ്പർ 20 25 27 34 37. ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, 10 നമ്പർ ഉള്ളത്. 1920 നമ്മൾ 19 മാറ്റുക. 20 25 27 34 37. ഗാന്ധിജിയുടെ കേരളത്തിലെ ഫോൺ നമ്പർ 20 25 27 34 37. അപ്പോൾ 20 ആദ്യത്തെ രണ്ടാമത്തെ ഫോൺ നമ്പറിന്റെ പ്രത്യേകത ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അത് ഗാന്ധിയുടെ ഒപ്പം വന്നത് ഷൗക്കത്ത് അലിയാണ്. വന്നിറങ്ങിയ സ്ഥലത്തിന്റെ പേര് കോഴിക്കോട്. അപ്പൊ ഗാന്ധി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് 1920 കോഴിക്കോടിൽ. ഷൗക്കത്ത് അലിക്കൊപ്പം എവിടെയാണ് വന്നിറങ്ങിയത്? 1920 കോഴിക്കോട്. സെക്കൻഡ് 1925 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത്. രണ്ടാമത് കേരളം 1925. ഇനി മൂന്നാമത് 1927 തെക്കേ ഇന്ത്യൻ പര്യടനം. വെറുതെ നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെ സുവ മ്യൂസിയം കാണാൻ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അതൊരു പാർക്ക് കാണാൻ പോകുമ്പോഴാണ് ഗാന്ധിജി മൂന്നാമത് വിചാരിച്ചു കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഒന്ന് കണ്ടിട്ട് കേരളം വഴി കറങ്ങിയിട്ട് പോകാൻ തുടങ്ങി. 1927 തെക്കേ ഇന്ത്യൻ പര്യടനം. 1934 ഹരിജൻ ഫണ്ട് പിരിക്കാനായിട്ട് വന്നു. ഹരിജൻ ഫണ്ട് പിരിക്കാനായിട്ട് വന്നപ്പോൾ ഒരു പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീച്ചർ ഗാന്ധിജിക്ക് ഒരു വള ഊരിക്കൊണ്ടു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഗാന്ധിജിയുടെ കയ്യിലുള്ള വള തിരിച്ചൂരി വാങ്ങും. അപ്പോൾ ഗാന്ധിജിക്ക് വള ഊരി കൊടുത്ത ടീച്ചറിന്റെ പേരാണ് കൗമുദി ടീച്ചർ എന്ന് പറയും. കൗമുദി ടീച്ചർ. ഇനി ഗാന്ധിജി അവസാനമായിട്ട് 1937 കേരളം സന്ദർശിച്ചു. അവസാന യാത്രയിൽ ഗാന്ധി സേവിച്ചത് ഒരു തീർത്ഥാടനം. അവരെയാണ് കാരണം 1936 നവംബർ 12 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ അവസാന കേരള യാത്ര 1936 നവംബർ മാസം 12 തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി അവസാന കേരളം സന്ദർശിച്ചത് 1937. അപ്പൊ നമ്മുടെ ഭൂമിശാസ്ത്രമായിട്ടുള്ള കണ്ടൽ ഒരിക്കലും മടക്കരുത്. റോഡാണെങ്കിലും റെഡായിരിക്കും, പാർപ്പണം റെഡായിരിക്കും, കുന്നുകളാണെങ്കിലും പാറക്കൂട്ടങ്ങളാണെങ്കിലും തവിട്ട് കളറായിരിക്കും. അപ്പൊ കടലുകളുടെ കൃഷിയുടെ ഞാൻ പറഞ്ഞു മഞ്ഞ കളറായിരിക്കും. കളറുകൾ ഒരിക്കലും മാറിപ്പോകുന്നത്. അക്ഷാംശ രേഖ രേഖാംശ രേഖയ്ക്ക് എന്തായിരിക്കും? കറുത്ത നിറമായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള നിറവേതാണ്? കറുത്ത നിറമാണ്. ഒളിമ്പിക്സിന്റെ ഫ്ലാഗിലെ മധ്യഭാഗത്തുള്ള നിറവേതാണ്? കറുത്ത നിറം. അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും പറഞ്ഞു, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഗാന്ധി കേരളം സന്ദർശിച്ചത് 1920 കോഴിക്കോട്. ആരാണ് കൂടെ വന്നത്? ഷൗക്കത്ത് അലി. രണ്ടാമത് 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേരള സന്ദർശനം. മൂന്നാമത് 1927 തെക്കേ ഇന്ത്യൻ പര്യടനം. നാലാമത് 1934 ഹരിജനാധാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൗമുദി ടീച്ചർ വളകൂരി കൊടുത്തു. പരീക്ഷയുടെ ചോദ്യമാണ്, ഏത് ടീച്ചർ കൂരി കൊടുത്തു? കൗമുദി ടീച്ചർ. അഞ്ചാമത് 1937 ഓർമ്മിക്കണം, ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധി അവസാനമായിട്ട് കേരളം സന്ദർശിച്ചത് 1937. ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു 1936 നവംബർ 10. ശരി, നമുക്ക് വീണ്ടും ഇതുപോലത്തെ വെറൈറ്റി ടോപ്പിക്കിൽ നമുക്ക് ഞാൻ 100 ടോപ്പിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 10, 5, 10, 10 വെച്ച് അങ്ങനെ ചോദിക്കാം. കാരണം ഒരുമിച്ച് പഠിച്ചേക്ക് എല്ലാം തെറ്റിപ്പോകും. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളുടെ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്തപ്പോഴേക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആശയങ്ങളും ഒരു ബുക്സിലും കിട്ടാത്ത ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സമയമുള്ള ആൾക്കാർ ഒന്ന് കണ്ടു നോക്കുക. കാരണം വീഡിയോസ് കേട്ടിട്ട് ഒന്ന് എഴുതിയെടുത്തിട്ട് വീണ്ടും വീഡിയോയിലോട്ട് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരി, അപ്പോൾ ഓക്കെ, താങ്ക്സ്.